പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സക്കരിയാവിനെ കുറിച്ചും എലീശബത്തിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരായിരുന്നു. തലമുറകളില്ലാത്തതിനാൽ വളരെ നിന്ന ഏൽക്കേണ്ടി വന്നവർ. എന്നാൽ സക്കരിയാവിനോട് ദൈവം സംസാരിക്കുകയാണ്: സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവം എന്ത് സംസാരിച്ചുവോ അപ്രകാരം തന്നെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ എലീശബത്ത് ഇങ്ങനെ പറയുകയാണ്: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. അതെ, മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ദകളെ നീക്കി ദൈവം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി ആ കുടുംബത്തെ മാനിച്ചു ഉയർത്തിയെങ്കിൽ, അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലൂടെ ഈ പ്രഭാതങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നാളുകളായി അനേക ചോദ്യചിഹ്നങ്ങൾ, നാളുകളായി അനേകം നിന്ദകൾ മനുഷ്യരുടെ ഇടയിൽ, ദേശത്ത് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, മണ്ഡലങ്ങളിലൊക്കെ നാം അനുഭവിക്കുമ്പോൾ അതിന്റെ നടുവിൽ നമ്മുടെ നിന്ദകളെ നീക്കി നമ്മുടെ സാഹചര്യങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ദൈവം നമ്മെ ദേശത്ത് ഉയർത്തുമെന്നും മാനിക്കുമെന്നും ഈ വചനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നു. ആകയാൽ കർത്താവിന്റെ സന്നിധി നീതിയോടും വിശ്വസ്തയോടും നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ മാനിക്കും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.